എന്റെ ഡാഡി എനിക്ക് താ ആന്റി. വിഷമിക്കണ്ട. നിന്റെ ഡാഡി ഇപ്പോ ഒരു കേസിൽ പ്രതിയാ. കേസന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കൂ. അപ്പോ എനിക്ക് എന്റെ ഡാഡിയെ കാണാൻ പറ്റുമോ? ഇല്ല കുട്ടി, നിനക്കതിന് അനുവാദമില്ല. മാത്രമല്ല, യഥാർത്ഥ അമ്മുക്കുട്ടിയെ സംബന്ധിച്ച് എല്ലാ അവകാശങ്ങളും നിന്റെ അങ്കിൾ ശ്യാംപ്രകാശിനുള്ളതാ. അങ്കിളായിരിക്കും ഇനി അമ്മുക്കുട്ടിയെ വളർത്തുക. വേണ്ട ആന്റി, എനിക്ക് അങ്കിളിന്റെ കൂടെ പോണ്ട. പോകാതെ പറ്റില്ലല്ലോ. മരിക്കും മുമ്പ് നിന്റെ മമ്മി സോന നിന്നെ വളർത്തി പ്രായപൂർത്തിയാകും വരെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ശ്യാമങ്കിളിനെ ഏൽപ്പിച്ചിരിക്കുന്നെ. വേണ്ട ആന്റി, എനിക്ക് അപ്പൂപ്പന്റെ കൂടെ ഇവിടെ താമസിച്ചാൽ മതി. നമ്മൾ പാർവതി ആന്റിയുടെ കൂടെ ഇവിടെ കഴിഞ്ഞോളാം. അത് മതി ആന്റി, പ്ലീസ്. ആതിരെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകരുത്. മോളെ, രണ്ടാളും വിഷമിക്കണ്ട. കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് ഒന്നിച്ചു കഴിയാം. അത് കഴിയുമ്പോ ആതിര ശ്യാമങ്കിളിന്റെ കൂടെ പോവേണ്ടി വരും. ഞാൻ പോവത്തില്ല അമ്മു. ഈ പോലീസ് ആന്റി ചീത്തയാ. ഡാഡിയെ പറ്റി പറഞ്ഞു നോക്ക് നുണയാ. ചീത്ത ആന്റി. അതിരെ, നീ എന്നെ ഇട്ടേച്ച് പോവോ? ഇല്ല, ഞാൻ എങ്ങോട്ടും പോകത്തില്ല. ആരും അറിയാതെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ശ്യാമങ്കിലും ഈ പോലീസ് ആന്റിയും കണ്ടുപിടിക്കാത്ത അത്രയും ദൂരത്തേക്ക് പോയാലോ? എന്നാലും മേനോൻചേട്ടനോട് ഞാൻ പിണക്കാ. തൈവാനിൽ പോയിട്ട് എനിക്കൊന്നും വാങ്ങില്ലല്ലോ. അത് ഞാൻ മനഃപൂർവ്വം വാങ്ങായിരുന്ന. അതെന്താ? അത് അവിടെയുള്ള എല്ലാം വ്യാജ സാധനങ്ങളാ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. അതിനെന്താ, ഇപ്പൊ ഒറിജിനലിനേക്കാൾ നല്ലത് ഡ്യൂപ്ലിക്കേറ്റാ. എന്തോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ല. ശരി, ഇനി മുതൽ ഞാൻ ഒറിജിനൽ മാത്രമേ ഉപയോഗിക്കൂ. ആട്ടെ, ഈ ഒറിജിനൽ ഏത് ഷോപ്പിലാ കിട്ടുന്നേ? ഷോപ്പിൽ വാങ്ങാൻ കിട്ടാത്ത ഒറിജിനൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. യു സെഡ് ഇറ്റ്. എന്നുവച്ചാ ദേ ഈ നിക്കണ ഞാൻ, എന്റെ മേനോൻ ചേട്ടനോടുള്ള സ്നേഹം, അതല്ലേ ഉദ്ദേശിച്ചത്? എനിക്ക് അങ്ങോട്ട് വരാമോ എന്തോ? കേറി വാ. എന്റെ മേനോ സാറേ, സംഭവം അറിഞ്ഞില്ലായോ? എന്ത് സംഭവാ? അതിർത്തിയിൽ വെടിവെപ്പാ? അത് പത്രത്തിലുണ്ട്. അതിലും വലിയ വെടിവെപ്പല്ലയോ ഇവിടെ നടക്കുന്നേ? ചേട്ടൻ കാര്യം പറ. പറയാം. നമ്മുടെ ആ വീണയുണ്ടല്ലോ, അല്ല, നമ്മുടെ ആ ശത്രുപാളയത്തിലെ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ അതിന്റെ ഉടമസ്ഥ വീണ, ആ സുധീഷിന്റെ ഭാര്യ, ആ പെണ്ണെ ഉറക്ക ഗുളിക കഴിച്ചു. ഇതാണോ ഇത്ര വലിയ കാര്യം? ആരെങ്കിലും ഉറക്ക ഗുളിക കഴിച്ചാൽ നമുക്കെന്താ? അവരെ ഉറങ്ങിക്കോട്ടെ. മാത്യു സച്ചാൻ ഇതെല്ലാം മേനോൻ ചേട്ടനോട് എഴുന്നള്ളിക്കുന്ന എന്തിനാ? ആ പെണ്ണിനെ മേനോൻ ചേട്ടനെ അറിയത്തുകൂടെയില്ല. അറിയാം, ഐ നോ ഹർ. റിട്ടയർഡ് IAS ഓഫീസർ നീരേറ്റി വിഷ്ണുവിന്റെ മകൾ. പറയ്, ആ സ്ത്രീക്ക് എന്താ സംഭവിച്ച? എന്നാ സംഭവിക്കാനാ? ഉറക്ക ഗുളിക കഴിക്കുന്നവർക്ക് എന്താ സംഭവിക്കുക? അത് തന്നെ സംഭവിച്ചു. അവള് മരിച്ചോ? മരിച്ചേനെ. പക്ഷേ അതിനു മുമ്പ് ആ തള്ള അവളെ ആശുപത്രിയിലാക്കി. സമയത്ത് വയറ് കഴിയുന്നതുകൊണ്ട് ചത്തില്ല. എങ്കിലും ചത്തതുപോലാന്ന ജനസംസാരം. കഷ്ടമായിപ്പോയി. ചാവാൻ ഇറങ്ങി പുറപ്പെട്ടവർ ചാവുന്നത് തന്നെയാ മറ്റുള്ളവർക്ക് നല്ലത്. അപ്പോ അന്ന് ഞാനും ചാവണമായിരുന്നെന്നാണോ മേനോൻ ചേട്ടൻ പറയുന്നത്? എങ്കിൽ പിന്നെ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്? ഞാനിനി എന്നാ ചെയ്യാനാ? ഗുളിയെടുക്ക, ചെന്നാട്ടെ. പേടിക്കണ്ട, പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരുന്നാട്ടെ. വെള്ളം കുടിച്ചാ. ഗുളിക കൊടുക്ക്, ഗുളിക കൊടുക്ക്.
നിൽക്കുന്നേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ, ഇനി പോയട്ടെ. മോളെ, ഈ മരുന്ന് കഴിക്ക്. വേണ്ട വല്യമ്മേ. ഇത് കഴിക്കൂ കുഞ്ഞേ. നീ ഇനി ഈ വല്യമ്മയെ വേദനിപ്പിക്കരുത്. നിന്റെ ഈ സങ്കടം കണ്ട് ഞാൻ നെഞ്ചു പൊട്ടി ചാവും. ദാ, മോള് കഴിക്ക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. നീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് വിവരം അറിഞ്ഞിട്ട് ആരെങ്കിലും നിന്നെ കാണാൻ വന്നോ? എന്റെ ഏട്ടനല്ലാതെ. വിവരം അറിഞ്ഞപ്പോ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? ഒരു വലിയ തെറ്റിലൂടെ ജീവിതത്തിന്റെ വില ആ കുട്ടി തിരിച്ചറിഞ്ഞു എന്ന്. ഒരു കള്ളസന്യാസി, അഹം ബ്രഹ്മാസി എന്നും പറഞ്ഞ് ആശ്രമത്തിൽ കൂടിയിരിക്കല്ലേ. വിവരം അറിഞ്ഞപ്പോ നിന്റെ അമ്മ എന്റെ അനിയത്തി ബോധം കെട്ട് വീണതാ. ഇപ്പോഴും ആശുപത്രിയില്ല. അച്ഛൻ പറഞ്ഞത് സത്യമല്ലേ വല്യമ്മേ? ഞാൻ എന്റെ ജീവിതത്തിന്റെ പല ശരി ഇപ്പോഴാണ് അറിയുന്നത്. എന്ത് വിട്ടിത്തം ഞാൻ കാട്ടിയത്. ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. ഞാൻ എന്റെ അച്ഛനും മറ്റുള്ളവർക്കും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കി. എന്റെ ഏട്ടൻ സിംഗപ്പൂരിൽ നിന്ന് ഓടി വന്നതുകൊണ്ട് അധികം ആരും അറിയാതെ കാര്യങ്ങളൊക്കെ നീങ്ങി. പോലീസ് കേസ് പോലും ഉണ്ടായില്ല. നേരിട്ട് അപ്പൂപ്പൻ അറിഞ്ഞാണോ? അറിയാൻ വഴിയില്ല. ആ കളവ ആശുപത്രി കിടക്കല്ലേ. അല്ലെങ്കിൽ തന്നെ അവർക്കൊക്കെ കാണുമ്പോ കള്ളച്ചിരിയെന്നല്ലാതെ നമ്മളോടൊക്കെ എന്ത് സ്നേഹോ കുഞ്ഞേ. ദേ, നീ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. ദേ, നിന്റെ സിംഗപ്പൂർ വിസ ഉടനെ ശരിയൊക്കെ എന്ന് പറഞ്ഞാ ഏട്ട പോയിരിക്കുന്നത്. വേണ്ട വല്യമ്മേ, ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. എന്നെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും. വീണക്കുഞ്ഞേ, വീണക്കുഞ്ഞേ, വിവരം അറിഞ്ഞപ്പോ ചങ്ക് പൊട്ടിപ്പോയി. എന്റെ കുഞ്ഞ്, എന്നാ ചതിയാ ഈ കാട്ടിയെ? മനോവിഷമം വന്നാൽ ഉടനെ ഉറക്കഗുളിയാണോ എടുത്ത് കഴിക്കുന്നത്? എന്നതായാലും കർത്താവിന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. ഞാനും ഈശോമിശിഹായും ഒരുപോലെ. ഈ രാജ്യത്ത് എന്നാ നടന്നാലും അപ്പ അറിയും. അല്ല, ആശുപത്രിയിൽ നിന്ന് അറിഞ്ഞു എന്ന് വെച്ചോ. മാത്യൂസ്, പുറത്ത് ആരോടും ഇത് പറയരുത്. ഇല്ലേ ഇല്ല, തല്ലിക്കൊന്നാലും ഞാൻ പറയത്തില്ല. അല്ലേ വീണക്കുഞ്ഞേ? വീണക്കുഞ്ഞ് എനിക്ക് സ്വന്തം മോളെ പോലെയാ. കുഞ്ഞ് എന്നാത്തിനാ ഈ സാഹസം കാട്ടിയേ? അല്ല, കുഞ്ഞിനെ എന്നാത്തിനാ കുറ്റം പറയുന്നേ? ആ യക്ഷി വർഷ, അവളാ ഇതിനൊക്കെ കാരണക്കാരി. അവളെ അങ്ങനെ വെറുതെ വിടരുത് കുഞ്ഞേ. വേണ്ട, ഇനി ആരോടും വഴക്കും മക്കാണത്തിനും ഒന്നും പോകണ്ട. ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടാ മതി. മേഡത്തിന് എന്നേക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഈ നാട്ടിലെന്നല്ല, ഏത് നാട്ടിലും ഇത്തരം വിഷജന്തുക്കൾ കാണും. ഇവറ്റകളോട് തോറ്റോടി പോവുകയല്ല വേണ്ടത്, പകരത്തിന് പകരം ചെയ്യണം. വഴി ഞാൻ പറഞ്ഞുതരാം. വർഷയുടെ ഭർത്താവ് മേനോ സാർ ആളൊരു പാവ. വർഷയും സുധീഷുമായുള്ള ബന്ധത്തെപ്പറ്റി അങ്ങേർക്കൊന്നും അറിയത്തില്ല. അയാളെ പറഞ്ഞു പറ്റിച്ച് കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അവള്. സത്യമെങ്ങാനും അദ്ദേഹം അറിഞ്ഞ അവളുടെ അഹന്ത ഇതോടെ അവസാനിക്കും. വേണ്ട, നമ്മൾ ഇനി ഈ കാര്യത്തിൽ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മാത്യൂസ് വിവരം അറിഞ്ഞു വന്നതിൽ സന്തോഷം. പക്ഷേ ഈ കാര്യം ഇവിടെ അവസാനിച്ചു. ഇനി എന്റെ കുഞ്ഞിന്റെ ഭാവി ഞാൻ നോക്കിക്കോളാം. ദേ, ആ പറഞ്ഞത് ശരി. എങ്കിലും ഇത്രയും ക്രൂരത വീണക്കുഞ്ഞിനോട് കാട്ടിയിട്ട് ചോദിക്കാനും പറയാനും ആളില്ലാന്ന് പറഞ്ഞ അത് കുറെ കഷ്ടമാന്നേ. ഞാൻ ഇറങ്ങുക. കുഞ്ഞിനെ കർത്താവ് കാക്കും. കർത്താവ്.
ചിന്നു, കുഞ്ഞിനിങ്ങതാ. എന്നിട്ട് നീ പോയി ഊണ് കഴിക്ക്. നേരെ ഒരുപാടായി. വേണ്ട ആന്റി, എനിക്ക് വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്തത്? വിശപ്പില്ലാത്തത് കൊണ്ടല്ല നീ ഊണ് കഴിക്കാത്തെന്ന് എനിക്കറിയാം. ഇന്ന് രാവിലെ നീ ആഹാരം കഴിച്ചിട്ടില്ല. എന്താ നിന്റെ ഉദ്ദേശം? ദേ, നീ മുല കൊടുക്കുന്ന ഒരു അമ്മയാന്നുള്ള കാര്യം മറക്കണ്ട. നീ ആഹാരം കഴിച്ചില്ലെങ്കിൽ കതിരന്റെ ആരോഗ്യത്തെ അത് ബാധിക്കാം. എന്തിനാ ഞാനും കുഞ്ഞും ഇങ്ങനെ ജീവിക്കുന്നേ? എനിക്ക് മതിയായി. കൊള്ളാം. ഇത് നിന്റെ അപ്പാപ്പൻ കേക്കണ്ട. എന്തു വന്നാലും തൻ്റെ ഇടത്തോടെ നേരിടുന്ന ചിന്നുവാണോ ഇതിപ്പോ എന്നോട് പറഞ്ഞത്? ദേ, എന്താ നിനക്കിപ്പോ ഒരു നിരാശ? ഈ കുടുംബം വല്ലാത്തൊരു പ്രതിസന്ധിയിലാ. നമുക്കെതിരെ പലരും യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ തളർന്നാലോ? നിനക്കറിയാലോ, നിന്റെ അപ്പാപ്പൻ നീ ഇങ്ങനെ സങ്കടപ്പെടണമെന്ന് അറിഞ്ഞാ നെഞ്ചു പൊട്ടി മരിക്കും. എനിക്കറിയാം, എന്റെ അപ്പാപ്പനെ സങ്കടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ കരുമനെ വിട്ട് എനിക്കിനി നിൽക്കാൻ പറ്റില്ല. അവനില്ലെങ്കിൽ ഞാനും ഇല്ല. അതിന് അവനും അങ്ങനെ തോന്നണ്ടേ? തോന്നും. അവനും എന്നെ പോലെ ശ്വാസം മുട്ടൽ കാണും. ഒരിക്കലും സുമനസാലെ ഒരു തീരുമാനം എടുത്തോണ്ടായിരിക്കില്ല വക്കീൽ നോട്ടീസ് അയച്ചത്. അവനൊരിക്കലും എന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? എത്രയും വേഗം എനിക്കെന്റെ കരുമനെ കാണണം. അവൻ എന്റെ മുഖത്ത് നോക്കി, ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറയട്ടെ ഞങ്ങളെ വേണ്ടാന്ന്. പറഞ്ഞാ? പറയത്തില്ല, എനിക്ക് ഉറപ്പാ. എന്റെ കരുമൻ അങ്ങനെ പറയത്തില്ല. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ കേശുമാവൻ വന്നാലുടനെ നിന്നെ ഞാൻ അവൻ്റെ അടുത്തേക്ക് വിടാം. അതുവരെ ഡൈവേഴ്സ് കേസിന് നടപടി നിർത്തിവെക്കാൻ വക്കീലിനോട് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. കാണണം, എനിക്കെന്റെ കരുമനെ കാണണം. ശരി. അമ്മുവിന്റെ പ്രശ്നം സെറ്റിൽ ചെയ്താലുടനെ നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ നിന്റെ പേരിലാക്കി രജിസ്റ്റർ ചെയ്തിട്ട് നിന്നെ വിടാവൂന്ന അപ്പാപ്പന്റെ ഓർഡർ. എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട. അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം മതി. ഇപ്പൊ നീ പഴയതുപോലെ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ചാലും കൂടെ മരുന്ന് കഴിക്കണം. എന്തായാലും നിനക്കും കരുമനും കതിരനും ഒക്കെ സുഖമായിട്ട് ജീവിക്കാനുള്ള വക നിന്റെ അപ്പാപ്പൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കേസ് തീർന്ന് അതിന്റെ റെക്കോർഡ്സ് ഒക്കെ വീണ്ടെടുത്താലുടനെ അത് നിന്റെ കയ്യിലെത്തുകയും ചെയ്യും. എന്നാ നീ വന്ന് ആഹാരം കഴിക്കേ, ഞാൻ വിളമ്പാം. ഓക്കെ, പ്രദീപ് ഇരിക്കേ. വേണ്ട. കൊലപാതക കേസിലെ പ്രതി എസ് പിയുടെ മുമ്പിലിരിക്കേ. നോ പ്രദീപ്, യു ആർ എ സസ്പെക്ട്. നിങ്ങളാണ് കൊന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നാളെ ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? അതെ പ്രദീപ്, എനിക്കറിയാം പ്രദീപിന് എന്നോട് ദേഷ്യം കാണുമെന്ന്. പക്ഷേ ഈ കുപ്പായമിട്ട് സെലീന ആർക്കും ഒരവതാരം ചെയ്തു കൊടുക്കില്ല, എന്റെ അപ്പൂപ്പന് പോലും. തെളിവുകൾ നിങ്ങൾക്കെതിരായപ്പോ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പൊ കേസിൽ മറ്റൊരാൾ കൂടി പ്രതിസ്ഥാനത്തുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോ. മറ്റൊരാളോ? ആരാ?